ഇവൻ ഡെക്കറേഷൻ മേടിക്കാൻ പോയപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു ഗേൾസിന്റെ മേടിച്ചോ ഒരു ഫോർമാലിറ്റിക്ക്, ബോയിന്റെ കൂടുതൽ മേടിച്ചാൽ മതി. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഇവൻ ലാസ്റ്റ് മിനിറ്റ് ബേബി വരുന്നത് വരെ ഗേൾ ആയിരിക്കും, നോക്കിക്കോ, ഒരു അച്ഛന്റെ മനസ്സ് ഒരു അച്ഛനെ അറിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു നിന്നു. ഇറങ്ങി വന്നത് ഇവൻ നിന്നെ പോലെ ഉള്ളൊരു ബോയാ. പെങ്കുച്ചു വേണമെന്നുണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നോ? അത് ഞാൻ ഇപ്പൊ പറയത്തില്ല. അത് ഇവർ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ ഓഹോ നിങ്ങൾക്ക് അപ്പൊ എന്നെ വേണ്ടായിരുന്നു. എനിക്ക് രണ്ടുപേരെയും വേണം. ഇവന് സത്യം പറഞ്ഞാൽ ബോയ് വേണം ഗേളും വേണം. ഹി വാണ്ടഡ് എ ഗേൾ ദാറ്റ് ലുക്സ് ലൈക്ക് മീ, ബോയ് ദാറ്റ് ലുക്സ് ലൈക്ക് ഹിം. അപ്പൊ ഇവനെ പോലെ ആ ബോയെ വളർത്തണം, എന്നെ പോലെ ഗേളിനെ വളർത്തണം. അങ്ങനെയാണ് ഇവന്റെ ആഗ്രഹം. സമയമുണ്ട്, ഇനിയുണ്ടല്ലോ. അപ്പൊ അടുത്ത് പെങ്കുച്ചിനെ നോക്കാം. ഓക്കെ, നിങ്ങളില് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ബേബി സിറ്റർ ആരാ? അതൊരു സംശയമേ ഉള്ള കാര്യമല്ല. ഞാൻ കൊച്ചായിരുന്നപ്പോഴേ ഒരു ബേബി സിറ്ററാ. ഞാനൊരു നാനിയാണ് സത്യം. ഇവൻ ആക്ച്വലി ബേബി വളരെ എടുക്കാറില്ല. ഞാനാണ് ബേബി ഫുൾ ടൈം എടുക്കുന്നത്. ഞാൻ രാത്രി എനിക്ക് അത്രയ്ക്ക് വയ്യാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചില സമയത്ത് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, ചില സമയത്ത് എനിക്ക് ഒട്ടും പറ്റില്ല. ഞാനിങ്ങനെ ഇവനെ വിളിക്കും, അശ്വിൻ എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഡയപ്പർ മാറ്റി പാല് കൊടുത്തു, ഇവനൊന്ന് ഉറക്കിത്താ, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കും. അതേ സമയത്ത് ഇവൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞെടുത്ത് ബേബിയെ വെച്ച് ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഒരു അരമണിക്കൂർ ഇങ്ങനെ ബേബിയും വെച്ചിരുന്നിട്ട് ഇവൻ അങ്ങ് ബേബിയും കിടത്തിട്ട് കിടക്കും. അപ്പൊ അങ്ങനെ ഇവൻ പലതായിട്ട് ബേബി സിറ്റ് അങ്ങനെ ചെയ്യാറില്ല. കാരണം ബേസിക്കലി ഫുൾ ടൈം വർക്ക് ഉണ്ട്. ഫുൾ ടൈം ഇവന്റെ ലാപ്ടോപ്പും എന്റെ ലാപ്ടോപ്പ് മാറി ഉപയോഗിച്ച് ഓബയോസിക്ക് വേണ്ടിയിട്ടും അക്സെഞ്ചറിന് വേണ്ടിയിട്ടും വർക്ക് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഫുൾ ടൈം. ഇതിനുള്ള ടൈം ഫുള്ള്. രാത്രി ഉറങ്ങാൻ വരുന്ന സമയം മാത്രം ഇവ ഒന്ന് ഫ്രീ ആയിട്ട് ഞാൻ കാണുന്നത്, ടി വി ഒക്കെ. അല്ലെങ്കിൽ ഇവ ഒരിക്കലും ഫ്രീ അല്ല. അപ്പൊ ബേബി സിറ്റിംഗ് ഞാൻ ആർക്കും കൊടുക്കൂല. പാല് വേണം. അത് മാത്രമല്ല ഞാനിങ്ങനെ ആരുടെയും കൊടുത്താലും ഞാൻ 10 മിനിറ്റ് കഴിയുമ്പോ തന്നോ എന്നൊക്കെ പറയും. എനിക്ക് അങ്ങനെ 10 മിനിറ്റ് കൂടുതൽ ആരും ഇങ്ങനെ എടുക്കേണ്ട ആ ഒരു ഫീലിംഗ് എനിക്കുണ്ട്. അത് ഒരുവിധം എല്ലാവർക്കും കാണും, എനിക്ക് ഭയങ്കരമായിട്ടതുണ്ട്. അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല ബേബി സിറ്റ് ചെയ്യാൻ. എനിക്ക് വേണം എന്ന് പറഞ്ഞാണ് ഞാൻ വെച്ചേക്കുന്നത്. ബേബി ഫസ്റ്റ് ബേബിയുടെ ഒരു അമ്മയും പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കും അമ്മു ആയിരുന്നപ്പോ ഇങ്ങനെയായിരുന്നു, രണ്ടാമത്തെ മൂന്നാമത്തേക്ക് ആരെങ്കിലും എടുത്തു. ഇപ്പൊ നമ്മള് ഒരു പാരന്റ് ആയിട്ട് ആദ്യമായിട്ടാണല്ലോ, നമുക്ക് അറിയില്ല കൊച്ചിനെ കൈ കിട്ടിയത് എങ്ങനെ ക്യാരി ചെയ്യണമെന്ന് അറിയില്ല. സോ നിങ്ങളും പഠിച്ച് എനിക്ക് തുടക്കത്തിലേ അറിയാം, റെഡി ആയിരുന്നു ആള്. ഞാൻ അങ്ങനെ ആരെയും എടുക്കാറില്ല. ആരുവിനെ പോലും ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. ചേട്ടന്റെ മോള്. അപ്പൊ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഞാൻ നേരെ എടുക്കാതെ കൊച്ചിന് വല്ലതും പറയാൻ പോലും പറ്റൂല. എന്തെങ്കിലും വാക്കില്ല നമുക്ക്. അച്ഛനും ബേബീസിനെ എടുക്കാറില്ല, ഇവനെ പോലും കൊച്ചിനെ എടുക്കാറില്ലായിരുന്നു. നമ്മള് എന്താ പറയാ, ഒരു ദൂരം അവർക്ക് എന്തെങ്കിലും നിങ്ങളിൽ ആരോടാണ് ബേബിക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ്? ഐ തിങ്ക് ഇറ്റ്സ് മീ ഓൺലി. ബിക്കോസ് അവനിപ്പോ പാലാണല്ലോ, വലുതാകുമ്പോ മേ ബി അത് മാറുമായിരിക്കും. ബിക്കോസ് ഇറ്റ്സ് എ ബോയ് ആൻഡ് ബോയ്സിന് പലപ്പോഴും അച്ഛന്മാരാണല്ലോ അവരുടെ ഹീറോ പൊതുവെ. അപ്പൊ അത് മേ ബി ഇനി ക്രിക്കറ്റ്, കാരണം ഇവൻ ഭയങ്കര ക്രിക്കറ്റിന്റെ ആളാ. ഇവന്റെ കൈ ഏറ്റവും ആക്റ്റീവ് ലെഫ്റ്റ് ഹാൻഡ് ആണ്. ഇവൻ ലെഫ്റ്റിയാണ്. പക്ഷെ ഇവനെ അമ്മ കുഞ്ഞിലെ റൈറ്റ് ആക്കിയതാണ്. ഇവൻ ആക്ച്വലി ലെഫ്റ്റ് ഹാൻഡ് തിരിച്ചെഴുതും. അപ്പൊ ഇവൻ ആക്ച്വലി ലെഫ്റ്റ് ഹാൻഡർ ആയിരുന്നു. അപ്പൊ ഇവൻ ലെഫ്റ്റ് ഹാൻഡ് ഭയങ്കര ആക്റ്റീവ്. അപ്പൊ എന്റെ അച്ഛൻ പറയുന്നത് ഇവൻ ലെഫ്റ്റ് ഹാൻഡർ ആണെന്ന് തോന്നുന്നു. ബിക്കോസ് ഇവനില് ഓൾറെഡി ആ ലെഫ്റ്റി സംഭവം ഉണ്ടല്ലോ, അതുണ്ട്. അപ്പൊ അങ്ങനെ. പക്ഷെ അതല്ലാതെ അല്ല, ഓമിക്ക് ഓസിയോട് തന്നെ ആയിരിക്കണം അറ്റാച്ച്മെന്റ്. ബിക്കോസ് എന്താ, ചോറ് കൊടുക്കുന്ന ആളല്ലേ. അപ്പൊ എപ്പോഴും ലോയൽറ്റി അതിൽ എന്റെ മോന് ഞാൻ പ്രൗഡാ. ഓസിയോട് മതി ലോയൽറ്റി. ഈ പറഞ്ഞ ക്രിക്കറ്റിനോട് താല്പര്യമുണ്ട്. പിന്നീട് എന്തായാലും ഏത് സ്പോർട്സ് ആണെങ്കിലും ഇവൻ എന്തായാലും എനിക്ക് സ്പോർട്സിനോട് ടു ബി ഓൺ, ഞാൻ സ്കൂളിൽ സ്പോർട്സ് ക്യാപ്റ്റൻ ആയിരുന്നു. അതവിടെ ഇരിക്കട്ടെ. പക്ഷെ എനിക്ക് സ്പോർട്സിനോട് വലിയ താല്പര്യമില്ല. ഞാൻ എങ്ങനെ ആയി എന്നുള്ളത് എനിക്കും അറിയില്ല. അന്ന് ബാസ്കറ്റ് ബോൾ കളിക്കുമായിരുന്നു, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഇപ്പൊ എനിക്ക് ഒന്നിനോടും താല്പര്യം. എനിക്ക് സിനിമ കാണാനും തിന്നാനും ഫ്രണ്ട്സിന്റെ കൂടെ ഗോസിപ്പ് ചെയ്യാനും മാത്രമാണ് എനിക്ക് ഇഷ്ടം. സ്പോർട്സ് ഒന്നും പോലും വേണ്ട. എന്താ പറയാ, അവൻ ഒരു നല്ലൊരു എന്താ പറയാ മോഡലാവട്ടെ, നല്ല ഏത് ഫാഷൻ, സിനിമ ഇൻഡസ്ട്രി ഒന്നുമില്ല. സംഭവം എന്താ, സ്കൂളിലൊക്കെ പോകുന്ന നേരത്ത് ആൾക്കാർ പറഞ്ഞു എന്റെ അമ്മ ഓമിയെ കാണാൻ അടിപൊളിയല്ലേ കാണാൻ. എന്നെ അത്രയും പറഞ്ഞാൽ മതി. ബിക്കോസ് എന്നെ കണ്ടേ ആരും പറഞ്ഞില്ല. എനിക്ക് അത് പറയണം. യൂണിഫോമിൽ എന്ത് ഡ്രസ്സിംഗ് സെൻസ്. പക്ഷെ ഇപ്പൊ അശ്വിനെ പോലത്തെ ഹസ്ബൻഡ് കിട്ടണമെന്ന് വിഷയം ഒത്തിരി പെൺകുട്ടികളുണ്ട്. അത് നമുക്ക് അല്ല, അത്ര കമന്റ്സ് കാണാറില്ല ഒത്തിരി. സന്തോഷായി ഇതൊക്കെ. ബേബിയുടെ ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ കൺസേൺ
ആർക്കാണ് ഇതില്? അവന്റെ ഇന്നത്തെ കാര്യം തൊട്ടേ ഫ്യൂച്ചറിൽ അവനെ ഏത് സ്കൂളിൽ ചേർക്കണത് വരെ ഞാനാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പറയും ക്രൈസ്റ്റ് നഗർ വേണോ, ലോയോള വേണോ, ഞാനിതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവന് ആ യൂണിഫോം ഇട്ട എങ്ങനെ ഇരിക്കും, ഞാൻ ഫ്യൂച്ചറിനെ പറ്റി ഇതിനെ പറ്റില്ല ഇവന്റെ കാര്യം എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ കുറച്ച് ഓവർ കൺസേൺഡ് ആണ് എല്ലാ കാര്യത്തിലും, ഇങ്ങനെ തലയിട്ടുകൊണ്ടേയിരിക്കും. എനിക്ക് മറ്റുള്ളവർ എൻ്റെ കാര്യം തലയിടുന്ന ഇഷ്ടമല്ല, പക്ഷെ ഞാനിങ്ങനെ എനിക്ക് വേണ്ടവരുടെ കാര്യത്തിൽ ഇവന്റെ കാര്യത്തിൽ അവരുടെ കാര്യത്തിൽ ഭയങ്കര തലയിടും. വേറെ ഒന്നിലും ഞാൻ ബോധമല്ല, ഇവന്റെയും അവന്റെയും കാര്യത്തിൽ നല്ലപോലെ തലയിടാറുണ്ട് ഞാൻ. അത് ഇവന് താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ താല്പര്യപ്പെടുത്തി തലയിടാറുണ്ട്. സൈലൻസ്. ഞാൻ ഡിസംബറിൽ ഇപ്പൊ ദുബായിൽ വല്ലതും പോണെങ്കിൽ അപ്പൊ ദുബായിൽ ഏത് ഡ്രസ്സ് ഇടാം, ഞാൻ അതുവരെ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുന്നതാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരാൾ നമുക്ക് വേണ്ടി ഞാൻ ഇവന് വേണ്ടി ചിന്തിക്കും. ഞാൻ ഇപ്പൊ ഇരുന്ന് ഓൺലൈൻ ഓർഡർ ചെയ്യും ഇവന് വേണ്ടി ദുബായിൽ ഇടാം. ആ സമയത്ത് തണുപ്പായിരിക്കും, അപ്പൊ സ്വെറ്റർ മേടിക്കാം. അതുപോലെ ഞാൻ അതൊക്കെ മേടിച്ചിപ്പോ വെക്കും. ആ ടൈപ്പ് സ്വഭാവമാണ് എനിക്കുള്ളത്. ഇവൻ അങ്ങനെ ഇല്ല. കാരണം ഇവനറിയാം ആ സമയത്ത് എല്ലാം ഞാൻ റെഡിയാക്കിക്കോളും. ഫ്ലൈറ്റിൽ കയറി മറ്റേ പാസഞ്ചർ പ്രിൻസസ് ഉണ്ടല്ലോ, അതുപോലെ വരുന്നത്. പാസഞ്ചർ പ്രിൻസസ് എല്ലാം ഞാൻ ഹാൻഡിൽ ചെയ്യും. ട്രാവലിംഗ് പ്ലാൻസ് എല്ലാം ഹാൻഡിൽ ചെയ്ത ഞാൻ. എന്റെ പെട്ടി മുഴുവൻ ചുമക്കുന്ന ഇവനെ. അടുത്ത പടം കാണിക്കണം. ചുമ്മാ എങ്ങനെ തന്നെ പടം. ഓക്കെ, എന്തായാലും അടുത്ത് പറ്റുമോ നോക്കാം നമുക്ക്. ഓക്കെ, ബേബി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഉറക്കം പോയത് ആരുടെയാ? നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ, തന്റെ ഫോട്ടോ ഈ ഗെയിമിൽ കാണിക്കാൻ തോന്നുന്നില്ല. അത് വരും, കുറച്ചാൽ വയസ്സാവട്ടെ. പിന്നെ അത് നോക്കട്ടെ, നമുക്ക് നോക്കാം. എങ്കിലും ഉറക്കം കൂടുതൽ പോകുന്ന ഇവിടെയാ. എങ്കിലും ഞാൻ ഇന്നത്തെ ദിവസം പോലും ഉറങ്ങിയിട്ടില്ല. അത് വേറെ കാര്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഫുഡ് കൊടുക്കണ്ടേ. ഐ ഹാവ് ടു കീപ് ഫീഡിങ് ഹിം. കാരണം ഇവനിങ്ങനെ ഓൾമോസ്റ്റ് 1.5 hours എണീക്കും. ആ എണീച്ച അപ്പൊ ഇവൻ കരയുന്നത് മിൽക്കിന് വേണ്ടി മാത്രമാണ്. അപ്പൊ പാല് കൊടുത്ത് ഇവൻ കിടക്കും. അപ്പൊ എനിക്ക് പാല് കൊടുക്കുക എന്നുള്ളത് എനിക്ക് ഇവന്റെ അടുത്ത് പറയാൻ പറ്റില്ല. അത് എൻ്റെ കയ്യിലുള്ള സാധനമാണ്, എനിക്ക് വേറെ വഴിയില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും വല്ല ഫോൺ നോക്കിക്കോണ്ടോ TV ഓണാക്കി സിനിമ ഇട്ടോണ്ടോ ഒക്കെ പാല് കൊടുക്കും. എനിക്ക് ഇന്നത്തെ ദിവസം ഇവന് ഈ ഒരു ചുമ ഇന്നാണ് തുടങ്ങിയത്. അപ്പൊ സാധാരണ ഇവന് ഞാനും എണീച്ചൊക്കെ ഇരുന്ന് രാവിലെ ഒരു 9 മണിയാകുമ്പോൾ പാല് കൊടുത്താൽ ഒരു 11-12 വരെ ഞാൻ ഇവനും കൂടെ കിടന്നങ്ങ് ഉറങ്ങും. ആ ഗ്യാപ്പിലാണ് ഇവ എണീച്ച് പോയി ചായയും കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. നിങ്ങള് ഓമിക്ക് പകരം ഓസിക്കാണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ അതെ, എന്റെ ഓസിക്ക് വേണ്ടി ഉറക്കം ഒഴിഞ്ഞിരുന്ന ആരാ എന്ന് ചോദിച്ചാൽ നമുക്കിത് കാണിക്കാം. കാരണം പ്രഗ്നൻസി സമയത്ത് ഇവൻ നല്ല പോലെ ഞാനിപ്പോ പാതിരാത്രിക്ക് എണീച്ചിട്ടൊന്ന് വെള്ളം ചൂടാക്കി തരാവോ, മരുന്നെടുത്ത് തരാവോ, എന്ത് പറഞ്ഞാലും ചെയ്യും. നമ്മളിപ്പോ ഏതൊരു ഹോട്ടലിൽ പോയാലും ഇപ്പൊ നമ്മുടെ ഫ്ലാറ്റിലായാലും എത്ര പ്രാവശ്യം ഒരാൾ മോർണിംഗ് രാവിലെ എനിക്ക് എണീക്കാൻ ഇഷ്ടമല്ല, ഞാൻ 12 മണി വരെ ഉറങ്ങും. ആര് വന്ന് ബെല്ലടിച്ചാലും ബെല്ലടി കേൾക്കുന്നത് ഞാനാ. ഇവ ഒരിക്കലും ആ ബെല്ലടി പറ്റില്ല. എനിക്ക് ഒരാൾ നോക്ക് ചെയ്താൽ പോലും ഡോറിൽ ഹാളിൽ അവിടെ നോക്കി ഞാനത് അറിയും. എനിക്കത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ എണീക്കും, ഞാൻ അപ്പൊ തന്നെ പറയും ഡോറിൽ ആരും ഉണ്ട് പൊക്കോ എന്ന് പറയും. അവ അപ്പ എണീച്ച് പോയി ഡോറ് തുറന്ന് എല്ലാം ഹാൻഡിൽ ചെയ്യും. ചില സമയത്തൊക്കെ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്, സന്തോഷത്തോടെ അല്ല കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ എന്നാലും പോവും. ആ ഒരു കാര്യം അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഇവന് വേണ്ടി എണീച്ചിരിക്കുന്ന പോലെ ഇവൻ കുറെ പ്രാവശ്യം എനിക്ക് വേണ്ടി എണീച്ചിരുന്നിട്ടുണ്ട്. അതുണ്ട്, എനിക്ക് വേണ്ടി എണീച്ചിരുന്നിട്ടുണ്ട്.